കതിരിൽ വളം വെച്ച് കൊടുക്കുക എന്നൊരു പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടില്ലേ? അത് കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഴഞ്ചൊല്ലാണ്. അത് കാർഷിക മേഖലയിൽ നിന്ന് അടർത്തിയെടുത്ത ചില വാക്കുകളാണ്. അതായത് ഒരു കൃഷി അതിൻ്റെ ചെറുപ്പ പ്രായത്തിൽ തന്നെ നോക്കി വളർത്തിയാലേ അത് വലുതാവുമ്പോൾ നല്ല വിളവ് തരുന്ന ഒരു ചെടിയായിട്ട് മാറുകയുള്ളൂ എന്ന് നമ്മൾ പറയും അല്ലേ? അല്ലാണ്ട് അതിനെ ചെറുപ്പത്തിൽ അതിനെ നോക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് വലുതാവുമ്പോഴും പാഴ്ക്കതിരായിട്ടായിരിക്കും അത് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാർഷിക മേഖലയിലെ ഒരു ചൊല്ലാണ്. അത് തന്നെയാണ് നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തിലും. നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് കുഞ്ഞുങ്ങളെ നമ്മൾ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിലേ അവർ പ്രായമാകുമ്പോഴും അവർ നല്ല മക്കളായിട്ട് തന്നെയായിരിക്കും വളരുന്നത്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉണ്ടായിരുന്നില്ല, കൂട്ടുകുടുംബം പോലെയായിരുന്നു അല്ലേ? എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ മാതാപിതാക്കളും അവരുടെ അച്ഛനും അമ്മയും അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഇല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇന്നിപ്പം അങ്ങനെയൊന്നുമില്ല. ഇന്നിപ്പം മുത്തശ്ശനും മുത്തശ്ശി ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിലോ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം അച്ഛനും അമ്മയും രണ്ട് മക്കളോ ഒരു കൊച്ചോ ഒക്കെയുള്ള ഒരു അണുകുടുംബമായിട്ട് മനുഷ്യൻ മാറി. അപ്പം കുഞ്ഞുങ്ങൾക്ക് ഈ മൂല്യബോധം പറഞ്ഞു കൊടുക്കാനൊന്നും ആരുമില്ല. പണ്ടൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും പുരാണങ്ങൾ പറഞ്ഞു കൊടുക്കും, ഏതെങ്കിലും കഥകൾ പറഞ്ഞു കൊടുക്കും, അതേപോലെ നല്ല സന്മാർഗികമായി ചിന്തകളുള്ള കഥകൾ, നല്ല കഥകൾ ഒക്കെ പറഞ്ഞു കൊടുക്കും ഇല്ലേ? നമ്മൾ എന്താ പറയുന്നത്, നല്ല നല്ല ഗുണപാഠങ്ങളുള്ള കഥകളൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത് കേട്ട് മക്കളിരിക്കുമായിരുന്നു. എന്നാൽ ഇന്നിപ്പം മക്കൾക്ക് ആരും ഗുണപാഠ കഥകളൊന്നും പറഞ്ഞു കൊടുക്കാനുമില്ല, സ്കൂളുകളിലും ഇല്ല, അങ്ങനെ ഒരിടത്തും ഇല്ല. മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. അമ്മമാർക്കാണെങ്കിലും അച്ഛന്മാർക്കാണെങ്കിലും സമയവും ഇല്ല അത് പറഞ്ഞു കൊടുക്കാൻ. അവരവരുടെ തിരക്കിട്ട ജീവിതത്തിനിടയ്ക്കൊക്കെ പിള്ളേരെന്തെങ്കിലും ചോദിച്ചോണ്ട് എന്നാൽ അതിന് മറുപടി പറയാൻ പോലും അവർക്ക് സമയമില്ല. അവർ പറയും പിന്നെ പറയാം, അല്ലെങ്കിൽ നീ ഇപ്പോൾ വന്നേക്കണ സമയമില്ലാത്ത സമയത്തെന്നും പറഞ്ഞ് മക്കളോട് ദേഷ്യപ്പെടും. പിന്നെ മക്കൾ ആരോട് പോയി ചോദിക്കാനല്ലേ? പണ്ടൊക്കെയാണ് അമ്മാവന്മാരോ അമ്മായിമാരോ കൊച്ചച്ചന്മാരോ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കഥകളും കുടുംബങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു ചേർന്നിരുന്നൊക്കെ ഓരോ കഥകളും ഒക്കെ പറയുമ്പോൾ ഒരു രസകരമായ ഒരു അനുഭവമായിരുന്നു. ഇന്നിപ്പം അതൊന്നും ഇല്ല, ഒരു വീടുകളിലും ഇല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ പാല് കാച്ചലിന് പോയിരുന്നപ്പം ഭയങ്കര രസമായിരുന്നു. എല്ലാവരും കൂടെ ഓരോരുത്തരുടെ ഓരോ കഥകളും ഒക്കെ കേൾക്കാനും പറയാനും ഒക്കെ. അതൊക്കെ പിള്ളേർ വലിയ അത്ഭുതത്തോടു കൂടിയാണ് നോക്കി കേൾക്കുന്നതും കാണുന്നതും ഒക്കെ. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക്. അപ്പം കാലത്തിൻ്റെ ഒഴുക്കിപ്പെട്ട് ഇതെല്ലാം അങ്ങ് പോയി. ആർക്കും ആരോടും അധികം സംസാരിക്കാൻ സമയമില്ലാത്ത അവസ്ഥയിലാണ്. അപൂർവം കിട്ടുന്ന നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ. മക്കൾക്കാണെങ്കിലും ഈ കഥകളൊക്കെ കേൾക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, നല്ല നല്ല കഥകളും. ഇപ്പം രാമായണ മാസം വന്നപ്പോൾ രാമനെക്കുറിച്ച് ശ്രീരാമനെക്കുറിച്ച് സീതയെക്കുറിച്ചും ഒക്കെയുള്ള കഥകളൊക്കെ കേൾക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. പക്ഷേ പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് സമയവുമില്ല. പക്ഷേ ഈ കഥകൾ പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് കേൾക്കണമെന്ന് താല്പര്യമില്ല. കാരണം ഇപ്പോൾ അവർക്ക് താല്പര്യം വല്ല ഗെയിമിലേക്കോ അല്ലെങ്കിൽ വല്ല സിനിമയിലേക്കോ ഒക്കെയാണ്. പിന്നെ പിള്ളേർ സംസാരിക്കണം മുഴുവൻ ഏതെങ്കിലും സിനിമാ നടന്മാരെക്കുറിച്ചോ അല്ലെങ്കിൽ സ്പോർട്സ് താരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. അല്ലാതെ വേറെയുള്ള ഗുണപാഠങ്ങളോ അല്ലെങ്കിൽ നല്ല നല്ല പുരാണങ്ങളുടെ കഥകളെ കേൾക്കാനൊന്നും പിള്ളേർക്കും താല്പര്യമില്ല. തലമുറകളെല്ലാം മാറിപ്പോയി ഇല്ലേ? അതേപോലെ മുത്തശ്ശി കഥകൾ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കഥകൾ തന്നെ നമ്മുടെ നാട്ടിൽ നിലവിൽ മുത്തശ്ശിമാർ പറയുന്ന കഥകൾ, അതൊന്നും ഇപ്പം അന്യം നിന്ന് പോയില്ലേ? ഇപ്പോൾ ഒരിടത്തും ഇല്ലല്ലോ. അങ്ങനെ മുത്തശ്ശി കഥ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കഥ പറച്ചിലുള്ള ആൾക്കാർ പോലും ഇപ്പം ഇല്ല. അവരെല്ലാം വൃദ്ധസദനങ്ങളിൽ കൂടെയൊക്കെ കിടക്കുകയാണ്. അവർക്കൊട്ട് കഥ പറയാനും അറിയത്തില്ല. അവർക്ക് അവരുടെ ദുരിതവും വിഷമങ്ങളും പറഞ്ഞതിന് ശേഷം മിച്ചം എവിടെയാ സമയം ഇരിക്കണേ അല്ലേ? അങ്ങനെ ഒരവസ്ഥയിലേക്കും ആയി. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ മാതാപിതാക്കൾ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മുടെ മക്കളോട് എന്തെങ്കിലുമൊക്കെ കഥകൾ പറയുകയോ അല്ലെങ്കിൽ ഒരു ചെറിയ ഗെയിം കളിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിള്ളേരുടെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാകും. അത് ഉറപ്പായ കാര്യമാണ്. പിള്ളേർക്ക് പിന്നെ വേറെ ഒന്നും ചിന്തിക്കാൻ, വേറെ ഗെയിമുകളിലേക്കോ അല്ലെങ്കിൽ വേറൊരു ദുശീലത്തിലേക്കോ പോകാനൊന്നും അവരുടെ മനസ്സ് മാറിപ്പോകാൻ ഒരു സാധ്യതയില്ല. അതേപോലെ തന്നെയാണ് പിന്നെയുള്ള മക്കൾ ഒരുമാതിരി പ്രായമാകുമ്പോൾ ചോദിക്കും, ആദ്യം നമ്മളോട് ചോദിക്കും ദൈവം ഉണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നവരൊക്കെ ആണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ. അപ്പം നമ്മൾ മാതാപിതാക്കളും ദൈവമുണ്ട്, നിൻ്റെ ഒരു എന്നാ ചോദ്യം ഇത്, ദൈവം എല്ലായിടത്തും ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞ് ഒഴുക്കം മട്ടിപ്പോകാതെ എല്ലായിടത്തും ദൈവമുണ്ടെന്നും ദൈവം കാറ്റ് പോലെ അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകാൻ പാകത്തിന് ഒരു കാറ്റിൻ്റെ രൂപത്തിൽ വന്ന് നമ്മളെ തഴുകി പോകുമെന്നും അല്ലെങ്കിൽ കാറ്റിനെ നമുക്ക് കാണാൻ സാധിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം അല്ലേ? കുറച്ച് കഴിയുമ്പോൾ മക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവം ഉണ്ടായിട്ടാണ് നമുക്ക് ഈ ദുരിതങ്ങളെല്ലാം തരുന്നതെന്ന്.
അയാൾ മരിച്ചുപോയി അല്ലെങ്കിൽ ഇവർ മരിച്ചുപോയി, എന്തുകൊണ്ടാണ് വലിയ ദൈവപ്രാർത്ഥനയായിരുന്നല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിക്കും. ദുരിതങ്ങൾ എല്ലാവർക്കും വരുന്നതാണ്, അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നവനാണ് ദൈവം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റണം അല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ നമ്മൾക്ക് അതിനെ തരണം ചെയ്യാനുള്ളൊരു ശക്തിയാണ് ദൈവമായിട്ട് കണക്കാക്കേണ്ടത്. അതാണ് ഞാൻ മനസ്സിലാക്കിയേക്കണേ. എന്തെങ്കിലും പ്രതിസന്ധിയിൽ നമുക്ക് ഒരു മുന്നോട്ട് പോകാൻ സാധിക്കാതെ നിൽക്കുമ്പോൾ നമുക്കൊരു മാർഗം, അല്ലെങ്കിൽ ഈ വഴിയിൽ പോയാൽ, അല്ലെങ്കിൽ ഒരു ശക്തി, ഒരു ധൈര്യം, അതിനെ നേരിടാനുള്ള ധൈര്യം, ഇതിനെയാണ് ദൈവം എന്ന് പറയുന്നത്. ചില സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ നിസ്സഹായരായിട്ട് നിൽക്കുന്ന സമയത്ത് ചിലർ ദൈവദൂതനെ പോലെ ആൾക്കാർ വന്ന് നമ്മളെ സഹായിക്കാറില്ലേ. നമ്മൾ പ്രതീക്ഷിക്കാത്തവരായിരിക്കും നമ്മളെ വന്ന് സഹായിക്കുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതാണ് ദൈവം എന്ന്, അങ്ങനെ ഒരു സഹായം അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദർഭമാണ് ദൈവം ഉള്ളതെന്ന് നമുക്ക് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. പല കുട്ടികൾക്കുള്ള സംശയമാണിത്. ദൈവമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തിനാ അങ്ങനെ ഒരു അനുഭവം വന്നത്, ഇങ്ങനെ വരുന്നത്, സത്യസന്ധനാന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. പക്ഷെ അതിനെയെല്ലാം തരണം ചെയ്യാൻ മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുമ്പോൾ ആ ഒരു സഹായം ദൈവത്തിൻ്റെ കരങ്ങളായിട്ട് നമുക്ക് കൂട്ടാം അല്ലേ. ഓരോ പാവപ്പെട്ടവനെ ഒരു സഹായം ചെയ്യുമ്പോൾ നമ്മളൊരു ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് നമ്മളെ ചെയ്യുന്നത്. അയാൾക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കുമ്പോഴും അതും ഒരു അനുഗ്രഹമല്ലേ. അതൊക്കെയായിട്ടാണ് ദൈവം എന്ന് നമുക്ക് കണക്കാക്കേണ്ടത്. അതിനൊരു ശക്തി, അതിനെ തരണം ചെയ്യാനുള്ള ശക്തി, ആ പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു ഊർജം, ഇതൊക്കെയായിട്ടാണ് ദൈവത്തെ നമുക്ക് കണക്കാക്കേണ്ടത്. ഇതുപോലെയുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ മക്കളോട് സത്യസന്ധമായി, അല്ലാതെ മക്കൾക്കൊന്നും മനസ്സിലാകാത്ത രീതിയിൽ തിരിച്ചും മറിച്ചും പറഞ്ഞ് മൊത്തം കൺഫ്യൂഷനാക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാതിരിക്കുക. പറയുമ്പോൾ സത്യസന്ധമായിട്ട് പറയാൻ ശ്രമിക്കുക. എന്ത് കാര്യം മക്കളോട് പറയുമ്പോഴാണേലും, അത് ആരോട് പറയുമ്പോഴാണേലും സത്യസന്ധമായിട്ട് പറയാൻ നമ്മൾ ശ്രമിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ തിരിച്ചടി ഉണ്ടാകും. കാരണം നമ്മൾ ഇച്ചിരി എന്നാ പറയണേ, അതിനകത്തേക്ക് ഇച്ചിരി ഡോസ് കൂട്ടിയിട്ടിട്ട് പറയുമ്പോൾ അത് ആർക്കും മനസ്സിലാവില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതെന്താ പറഞ്ഞതെന്നും മനസ്സിലാവില്ല. മൂന്നാമത് ഇതിൽ വല്ല കഥയുണ്ട്, ഈ പറയുന്നത് സത്യമാണോ എന്നൊരു ചിന്തയിലേക്കും കൂടെ നമ്മൾ വരും. അപ്പം നമ്മളെപ്പോൾ എന്ത് സംസാരിക്കുമ്പോഴും അത് മറ്റുള്ളവർക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം ആയിരിക്കണം. അതിനകത്തൊരു സത്യസന്ധത ഉണ്ടായിരിക്കണം, ഒരു നീതിബോധം ഉണ്ടായിരിക്കണം. അല്ലാണ്ട് എന്തെങ്കിലും പറയാമെന്ന് വിചാരിക്കരുത്. അതേപോലെ മക്കളെ ഏത് കാര്യത്തിലും നിരുത്സാഹപ്പെടുത്താതെ അവരെ നേരായ മാർഗത്തിലൂടെ എന്തെങ്കിലും കഥകളിലൂടെയോ അല്ലെങ്കിൽ അവരോട് ചേർന്ന് ഒരു മണിക്കൂറെങ്കിലും 1 മണിക്കൂർ സമയം ചെലവഴിക്കുക. അപ്പോൾ ആ കുഞ്ഞു മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. അപ്പം നമ്മൾ കുഞ്ഞു കഥകളൊക്കെ ആണെങ്കിലും കഥപുസ്തകങ്ങളിരുന്ന് വായിച്ച് കേൾപ്പിക്കുന്നു, നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ച് കേൾപ്പിക്കും കുഞ്ഞുനാൾ തൊട്ട് തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയണേ, പ്രായമാകുമ്പോൾ അവർ നല്ലൊരു വ്യക്തികളായിട്ട് മാറുകയും ചെയ്യും. ദൈവഭയമുള്ള മക്കൾ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കുന്ന, കുരിശു വരയ്ക്കുന്ന, നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ ഒക്കെ മക്കൾ അവർ നല്ല ഒരു തെറ്റിലും അകപ്പെടുത്താത്ത മക്കളായിട്ടായിരിക്കും വളരുന്നത്. ഇന്നത്തെ തലമുറയിലെ മനുഷ്യർക്കൊക്കെ വിളക്ക് കത്തിക്കാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ ഒന്നും സമയം പോലുമില്ല. എന്നാലും അതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു സമയം കണ്ടെത്തി മക്കളെയും കൂടി ഉൾപ്പെടുത്തി ആ പ്രാർത്ഥനയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നേ. എല്ലാവർക്കും എന്നാ പറയണേ, മക്കളെ കതിരെ വളം വയ്ക്കും പോലെ ആവില്ല. മക്കളെ ചവിട്ടി തന്നെ വളം വെച്ച് വളർത്തിക്ക് അവർ നല്ല നിലയിലെത്തും. ഇതൊന്നുമില്ലാതെ എന്ത് ചെയ്താലും ആരെയും പേടിയില്ലാതെ വളരുന്ന മക്കളാണ് തെറ്റുകളിലേക്ക് ചെന്ന് ചാടുന്നത്. കാരണം ദൈവഭയം ഒന്നുണ്ട്, അല്ലെങ്കിൽ ദൈവവിശ്വാസം എന്നുണ്ടെങ്കിൽ ആരോ ഒരു അദൃശ്യ ശക്തി അല്ലെങ്കിൽ പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് ഉണ്ട് എന്നൊരു ചിന്തയോടുകൂടി വളരുമ്പോൾ ഞാൻ ചെയ്യുന്ന തെറ്റുകൾ മറ്റുള്ളവർ കാണുമോ അല്ലെങ്കിൽ അറിയുമോ എന്നൊക്കെ ഒരു വിശ്വാസം അവരുടെ ഉള്ളിലുണ്ടാകുകയും അങ്ങനെയാണ് ചെയ്യാതിരിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യും. ഇതിങ്ങനെയൊന്നും ഇല്ലാതെ വളരുമ്പോഴാണ് എന്ത് ചെയ്താലും ആരും അറിയില്ല എന്ന് പറയുന്നത്. അപ്പം കേട്ടിട്ടില്ലേ, രാത്രിയിൽ സൂര്യൻ ഉദിച്ചാൽ കാണാൻ പലരുടെയും തനിനിറന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. ആ രീതിയിലേക്ക് ആവരുതൊരിക്കലും. എല്ലാവരും നല്ല മനസ്സോടുകൂടി നല്ല സ്വഭാവമുള്ളവരായി ആരെയും വഞ്ചിക്കുകയോ ചതിക്കുകയോ ചെയ്യാതെ ജീവിച്ചാൽ ഇതിൽ പരം സന്തോഷം വേറെ വല്ലതും ഉണ്ടോ? ഇല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കി.